സിവിൽ സർവീസസ് പരീക്ഷയുടെ റിസൾട്ട് വന്നപ്പോൾ നമുക്ക് അഭിമാനിക്കാൻ വകയുണ്ട്. ഇത്തവണയും ദേശീയ തലത്തിൽ നടന്ന ഈ പരീക്ഷയിൽ മികച്ച വിജയം മലയാളികൾ കരസ്ഥമാക്കിയിരിക്കുകയാണ്. പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട കാര്യം, ഈ പരീക്ഷയിൽ 483 റാങ്ക് നേടിയ ആതിര സുഗതൻ്റെ കാര്യമാണ്. ആതിര ഒരു വാഹനാപകടത്തെ തുടർന്ന് അരയ്ക്ക് താഴെ ചലനശേഷി നഷ്ടപ്പെട്ട് അങ്ങനെയുള്ള ഒരുപാട് പ്രയാസങ്ങളും പ്രതിബന്ധങ്ങളും കടന്നാണ് സിവിൽ സർവീസസ് പരീക്ഷയിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയിരിക്കുന്നത്. അപ്പോൾ ആതിര നമുക്കൊപ്പം ചേരുകയാണ് ഇപ്പോൾ കോഴിക്കോട് നിന്ന്. ആതിര സുഗതൻ, ഗുഡ് മോർണിംഗ് ആതിര. കൺഗ്രാജുലേഷൻസ്. ആതിരയ്ക്ക് ഈ പരീക്ഷയിൽ മികച്ച വിജയം കിട്ടി. കാരണമല്ല, ആതിരയുടെ ഒരു പോരാട്ടമാണ് ഇതിലൂടെ സാക്ഷാത്കരിക്കപ്പെട്ടത്. എന്തായാലും വളരെ സന്തോഷം. ആതിര യഥാർത്ഥത്തിൽ ആദ്യത്തെ അറ്റംപ്റ്റിലാണോ വിജയിച്ചത്? താങ്ക് യു സർ. അല്ല സർ, ഇതെൻ്റെ 4th അറ്റംപ്റ്റ് ആണ്. എന്താണ് ആതിര ലക്ഷ്യം വയ്ക്കുന്നത്? സിവിൽ സർവീസസ് പരീക്ഷ വിജയിച്ചു. ഇനിയിപ്പോൾ അടുത്ത കടമ്പ നമുക്ക് എങ്ങോട്ട് നീങ്ങണം? നമുക്കറിയാം തീർച്ചയായിട്ടും ഇതിൻ്റെ ഒരു പ്രയോറിറ്റി ലിസ്റ്റൊക്കെ ഉണ്ട്, അതനുസരിച്ച് തന്നെയാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. എന്നാലും ആതിരയുടെ മനസ്സിൽ എന്താണ്? എൻ്റെ പ്രിഫറൻസ് IAS ആണ്. അപ്പോൾ ഒരു സോഷ്യൽ കമ്മിറ്റ്മെൻറ്റ്സ് എനിക്ക് എൻ്റെ പോലെയുള്ളവർക്ക്, ഇതേപോലെ ചലഞ്ചസ് നേരിടുന്നവർക്ക്, വൾണറബിൾ ആയിട്ടുള്ളവർക്ക് ഒരുപാട് കാര്യങ്ങൾ എനിക്ക് ചെയ്യണമെന്നുണ്ട്. എനിക്കിപ്പോൾ എൻ്റെ ഈ സിറ്റുവേഷനിലായിപ്പോൾ എനിക്കിപ്പം ഞാൻ ആദ്യം കാണാത്ത കുറേ കാര്യങ്ങൾ കൂടെ എനിക്കിപ്പോൾ കാണാൻ പറ്റുന്നുണ്ട്, എനിക്ക് തോന്നുന്നുണ്ട്. അപ്പോൾ എനിക്ക് കുറേ കാര്യങ്ങൾ ഇനിയും എനിക്ക് ചെയ്യാനുണ്ടെന്ന് ഇപ്പോൾ എനിക്ക് മനസ്സിലാവുന്നുണ്ട്. അതാണ് എൻ്റെ ആഗ്രഹം. ഈ ഒരിക്കൽ കൂടി ഈ പരീക്ഷ അറ്റംപ്റ്റ് ചെയ്യുന്നുണ്ടോ? സർ, ഇപ്പോൾ എനിക്ക് എൻ്റെ റാങ്ക് ഇപ്പോൾ 483 ആണ്. അപ്പോൾ ഞങ്ങൾ കാറ്റഗറി വൈസ് എനിക്കിപ്പോൾ IAS കിട്ടുമെന്ന് എനിക്കറിയില്ല. അപ്പോൾ ഇത് കാറ്റഗറി വൈസ് റാങ്ക് ലിസ്റ്റ് വന്നിട്ടേ അത് അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ അത് വന്നിട്ട് ഞാൻ തീരുമാനിക്കും ഇനിയിപ്പോൾ നമ്മൾ ബെറ്റർ സർവീസ് ചെയ്യണമെന്നുള്ളത്. IAS ആണ് എൻ്റെ ആഗ്രഹം. ഓക്കെ, എന്തായാലും ആതിരയുടെ മോഹം നടക്കട്ടെ. ഇപ്പോൾ IASൻ്റെ ലിസ്റ്റിൽ പെടുന്നില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്നുകൂടി എഴുതാൻ പറ്റട്ടെ. ആതിര, മറ്റൊരു കാര്യം, ആ അപകടത്തിൻ്റെ കാര്യം, ഏത് ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് ഈ അപകടം ആതിരയുടെ ജീവിതത്തിലേക്ക് വന്നത്? സർ, ഞാൻ BDS ഡെൻ്റലായിരുന്നു പഠിച്ചത്, ബാംഗ്ലൂരായിരുന്നു. ഞാൻ BDSൻ്റെ 3rd ഇയർ പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് എനിക്ക് ആക്സിഡൻറ്റ് പറ്റുന്നത്. ഒരു റോഡ് ആക്സിഡൻ്റ് ആയിരുന്നു, ബൈക്ക് ആക്സിഡൻറ്റ്. ഞാൻ ബൈക്കിൻ്റെ പിന്നിലിരിക്കുമ്പോൾ ഹമ്പിൻ്റെ മുകളിൽ ബൈക്ക് സ്കിഡായിട്ട് ഞാൻ തെറിച്ച് വീഴുക ചെയ്തത്. അപ്പോൾ വീണപ്പോൾ എനിക്ക് ഹെഡ് ഇഞ്ചുറി ഉണ്ടായിരുന്നു, പിന്നെ സ്പൈനൽ കോഡ് ഇഞ്ചുറി ഉണ്ടായിരുന്നു. അപ്പോൾ അതിനെ തുടർന്ന് ഞാൻ അവർ 2 ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. പക്ഷേ അവിടുന്ന് രക്ഷിക്കാൻ പറ്റില്ല, ഡെത്ത് കൺഫേം ചെയ്തു. അവിടുന്ന് പിന്നെ വേറൊരു BGS എന്ന് പറഞ്ഞൊരു ബാംഗ്ലൂർ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അപ്പോൾ അവർ മരിച്ചു എന്ന് പറഞ്ഞ സിറ്റുവേഷൻ ആയിരുന്നു. അപ്പോൾ കാഷ്വാലിറ്റിയിൽ വെച്ചപ്പോൾ ഒരു ഫിംഗർ മൂവ്മെൻറ്റ്സ് കണ്ടു. അങ്ങനെ അവർ വെൻറ്റിലേറ്ററിലേക്ക് ഷിഫ്റ്റ് ചെയ്തു. അങ്ങനെ 21 ഡേയ്സിന് വെൻറ്റിലേറ്ററിലായിരുന്നു. അങ്ങനെ പിന്നെ ICU ഷിഫ്റ്റ് ചെയ്തു, അങ്ങനെ കാര്യങ്ങളൊക്കെ. പക്ഷേ അവിടെ അച്ഛനും അമ്മയായിരുന്നു, അപ്പോൾ അവിടെ റിലേറ്റീവ്സ് ഒന്നും ഇല്ലായിരുന്നു. അപ്പോൾ അവിടുന്ന് പിന്നെ നമ്മൾ ഏകദേശം ഓക്കെ ആയി, ICUലൊക്കെ ആയി, ഹെൽത്ത് ഇഷ്യൂസ് ഏകദേശം ഓൾമോസ്റ്റ് ഓക്കെ ആയി. പിന്നെ അവിടെ നമ്മളൊരു കാലിക്കറ്റിലുള്ള സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിലേക്ക് ഷിഫ്റ്റ് ചെയ്തു. ഇവിടെ വേണ്ട അറേഞ്ച്മെൻറ്റ്സ് ഒക്കെ ചെയ്തിട്ടായിരുന്നു നമ്മൾ ഷിഫ്റ്റ് ചെയ്തത്. പക്ഷേ ഇവിടെ എത്തി, അവിടെ സ്റ്റാർട്ടിങ് നഴ്സിംഗ് സ്റ്റുഡൻസ് എല്ലാം കൂടെ അവരായിരുന്നു നമ്മൾ നോക്കാനൊക്കെ. അപ്പോൾ അവിടുന്ന് സെറിബ്രൽ സ്പൈനൽ ഫ്ലൂയിഡ് ലീക്കായി, അങ്ങനെ കുറച്ച് റിസ്ക് ആയി കേസ്. അപ്പോൾ ഡോക്ടർ അച്ഛൻ്റെ അടുത്ത് ചോദിച്ചത് നിങ്ങൾക്ക് എത്ര കുട്ടികളാണെന്നാണ്. അപ്പോൾ അച്ഛൻ പറഞ്ഞു ഓക്കെ 2 ആൾ, എനിക്കൊരു അനിയത്തി കൂടെ ഉണ്ട്. അപ്പോൾ 2 ആൾ നമ്മൾ പറഞ്ഞു ഓക്കെ, അപ്പോൾ കുഴപ്പമില്ല എന്ന രീതിയിലാണ്. ഓക്കെ, ഇത് ഡെത്ത് എന്തായാലും ഓക്കെ കൺഫേം ആണ്, രക്ഷിക്കാൻ പറ്റില്ല, ഒരു 2 hours കൂടി നമുക്ക് പിടിച്ചു നിർത്താൻ പറ്റൂ, അങ്ങനെ പറഞ്ഞു. അപ്പോൾ അച്ഛൻ ബാംഗ്ലൂരിലേക്ക് കോൺടാക്ട് ചെയ്തപ്പോൾ അവർ പറഞ്ഞത് ഒരിക്കലുമില്ല, അങ്ങനെ സംഭവിക്കില്ല. പിന്നെ ഈ ഹോസ്പിറ്റലിൽ അവർ പറഞ്ഞു ഒരു റീസർജറി ചെയ്യണമെന്ന് പറഞ്ഞു. പക്ഷെ അവർ പറഞ്ഞു ഒരിക്കലും ആ സർജറി ചെയ്യരുത്, ആ സർജറി ചെയ്താൽ നമുക്ക് ഒരിക്കലും വേണ്ടി രക്ഷിക്കാൻ പറ്റില്ല എന്ന്. അപ്പോൾ അവർ പറഞ്ഞു എത്രയും പെട്ടെന്ന് നിങ്ങൾ ബാംഗ്ലൂരേക്ക് കൊണ്ടുവരാൻ പറഞ്ഞു. അപ്പം നമുക്ക് ഫ്ലൈറ്റിനും കൊണ്ടുവരാൻ പറ്റില്ല. ഈ ഹോസ്പിറ്റലിൽ അവർ ആംബുലൻസ് ചോദിച്ചപ്പോൾ ആംബുലൻസ് അവർ പ്രൊവൈഡ് ചെയ്യില്ല, എന്തായാലും ഡെത്ത് കൺഫേം ആണ്, പിന്നെ അത് പോകുന്ന വഴി മരിച്ച അവർക്കാണ് അതിൻ്റെ കോംപ്ലിക്കേഷൻസ് എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അവർ ആംബുലൻസും തന്നില്ല. പിന്നെ നമ്മളൊരു വേറെ ഹോസ്പിറ്റൽ, ഒരു കോപ്പറേറ്റീവ് ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞ ഹോസ്പിറ്റൽ കോഴിക്കോട്, അവർ കോൺടാക്ട് ചെയ്തിട്ട് അപ്പോൾ അവർ ആംബുലൻസ് തന്നു, ഒരു ഡോക്ടർ ഒരു നഴ്സിനെയും പ്രൊവൈഡ് ചെയ്തവർ. എന്നിട്ട് അവർ നമ്മൾ ബാംഗ്ലൂരേക്ക് 6 hours എത്തിച്ചു. അപ്പോൾ അവർ റീസർജറിൻ്റെ ആവശ്യമൊന്നുമില്ല. പക്ഷെ അവിടുന്ന് CSF ലീക്ക് വന്നതുകൊണ്ട് ആദ്യം ഒരു ഇംപ്ലാന്റ്, ഒരു ബലൂൺ ഫിക്സ് ചെയ്തിട്ടുണ്ടായിരുന്നു, അതൊക്കെ ഈ CSF ലീക്കിൽ നഷ്ടമായിട്ടുണ്ട്. അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങൾക്ക് 6 months കഴിഞ്ഞിട്ടും ഇത് ഹെൽത്ത് ഒക്കെ നടക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ ബാംഗ്ലൂരേക്ക് തിരിച്ചു വന്നാൽ നിങ്ങൾക്കത് ഇവിടുന്ന് നമുക്ക് സ്റ്റെം സെൽ ട്രീറ്റ്മെൻറ്റ് ചെയ്യാം, അപ്പോൾ അതിലൂടെ ഇഞ്ചെക്ട് ചെയ്താൽ മതി അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇവിടുന്ന് ഈ CSF ലീക്ക് വന്നപ്പം ആ ബലൂണെല്ലാം നമുക്ക് നഷ്ടമായി. അവരന്ന് അതിൽ ഇംപ്ലാന്റ് ചെയ്തിട്ടുള്ളത്.
അപ്പോൾ അതുകൊണ്ട് ഒരു മെഡിക്കൽ നെഗ്ലിജൻസ് ആണ് അവരുടെ ഭാഗത്തു നിന്നുണ്ടായത്. അപ്പോൾ എനിക്ക് അതുകൊണ്ടും കൂടിയാണ് ഇപ്പം അങ്ങനത്തെ ഒരു ഈ ഒരു വീൽ ചെയറിൽ ഇപ്പോൾ ലൈഫ് ത്രൂ ലൈഫ് ഇനി വീൽ ചെയർ തന്നെയായിരിക്കും. അതെ. ആതിര ഒന്ന് വെയിറ്റ് ചെയ്യുക. ആതിരയ്ക്ക് എൻ്റെ കൂട്ടുകാരി കൂടി പരിചയപ്പെടുത്തുന്നു. ദേശീയ തലത്തിൽ സിവിൽ സർവീസസ് പരീക്ഷയിൽ 57ാം റാങ്ക് കരസ്ഥമാക്കിയ JS ശ്രീജയാണ് നമുക്കൊപ്പം ചേരുന്നത്. ശ്രീജ, ഗുഡ് മോർണിംഗ്. ശ്രീജയുടെ വലതുഭാഗത്ത് ആതിരയുണ്ട്. ആതിര വലിയൊരു പോരാട്ടം നടത്തിയാണ് സിവിൽ സർവീസ് പരീക്ഷയിൽ വിജയിച്ചിരിക്കുന്നത്. കാരണം അരയ്ക്ക് താഴെ തളർന്നു വലിയൊരു അപകടത്തിൽ ഒരുപക്ഷെ ഈ മരിച്ചു എന്ന് വിശ്വസിച്ചിട്ട് ജീവിതത്തിലേക്ക് മടങ്ങുമെന്ന് ആതിര അത്ഭുതകരമായിട്ടാണ് ഈ ഒരു ജീവിതത്തിലേക്ക് മടങ്ങിയെത്തിയതും ഇത്തരം ഒരു പരീക്ഷയിൽ ഒരു ഉയർന്ന വിജയം കരസ്ഥമാക്കുന്നു. ശ്രീജ, ഗുഡ് മോർണിംഗ്. കൺഗ്രാജുലേഷൻസ്. ശ്രീജയ്ക്ക് വലിയ വിജയമാണ്. നരുവാമൂട് എന്ന് പറയുന്ന കേരളത്തിലെ ഒരു ഗ്രാമപ്രദേശത്തു നിന്നാണ് ശ്രീജ വരുന്നത്. മാത്രമല്ല ശ്രീജയുടെ അച്ഛൻ എനിക്ക് തോന്നുന്ന ഒരു സാധാരണ തൊഴിലാളിയും അമ്മ ഒരു വീട്ടമ്മയുമായിരുന്നു. എന്നാലും ശ്രീജ ഈ നാട്ടുമ്പുറത്തുകാർക്കൊക്കെ ഇത് അപ്രാപ്യമാണ് എന്ന് വരുന്നൊരു കാലത്ത് ശ്രീജ ഇത്രയും ഉന്നത വിജയം, ശ്രീജയ്ക്ക് എന്തായാലും IAS കിട്ടുമെന്നുള്ളത് ഉറപ്പായി. അപ്പോൾ ഇത്രയും ഒരു വലിയ വിജയം കരസ്ഥമാക്കി അതിൻ്റെ അഭിനന്ദനം ആദ്യമേ രേഖപ്പെടുത്തുന്നു. അപ്പോൾ ഇത്തരമൊരു വിജയം ശ്രീജ പ്രതീക്ഷിച്ചിരുന്നു? ആദ്യമായിട്ടാണോ സിവിൽ സർവീസ് അറ്റംപ്റ്റ് ചെയ്തത്? ആദ്യമേ എൻ്റെ എല്ലാ താങ്ക്സും ഞാൻ പറയുകയാണ്. പിന്നെ ഗുഡ് മോർണിംഗ്. ഞാൻ ശരിക്കും പറഞ്ഞാൽ മെയ് 2024 എൻ്റെ പോസ്റ്റ് ഗ്രാജുവേഷൻ കഴിഞ്ഞിട്ടാണ് ഞാൻ ഫോർച്യൂൺ അക്കാഡമിയിൽ സിവിൽ സർവീസസ് പ്രിപ്പറേഷന് ജോയിൻ ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ ഫസ്റ്റ് അറ്റംപ്റ്റ് ആണ്. അന്ന് മുതൽ ഇതുവരെയും ഫോർച്യൂണാണ് കൂടെ ഉണ്ടായിരുന്നതും. ഒരു കണ്ടിന്യൂസ് ഫുൾ ടൈം പ്രിപ്പറേഷൻ ആയിരുന്നു. ഞാൻ പ്രതീക്ഷിച്ചിരുന്നില്ല 57ാമത്തെ റാങ്കൊക്കെ കിട്ടുമെന്ന്. പക്ഷേ എൻ്റെ റൂമിൽ ഞാൻ ഇങ്ങനെ എഴുതിയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. കിട്ടിയപ്പോഴത്തേക്കും ഒത്തിരി സന്തോഷം, ഒത്തിരി ഗ്രേറ്റ്ഫുൾ ആണ്. ഒപ്പം എൻ്റെ പാരൻസും മെൻറ്റേഴ്സും ഒക്കെ പറയുമായിരുന്നു, ശ്രീജ നിനക്ക് എന്തായാലും ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ നിനക്ക് റാങ്കൊക്കെ കിട്ടും, നിനക്ക് പേടിക്കാനൊന്നുമില്ല. പക്ഷെ ഞാൻ അത്യാവശ്യം ടെൻഷൻ അടിക്കുന്ന ആളൊക്കെ ആയിരുന്നു. അപ്പം അതൊക്കെ വിശ്വസിക്കാൻ കുറച്ച് പ്രയാസമായിരുന്നു. പക്ഷേ ഇപ്പം ഒത്തിരി സന്തോഷമുണ്ട്. വീട്ടിൽ എത്ര പേരുണ്ട് വീട്ടിലെ മക്കളായിട്ട്? ഞാനും എനിക്കൊരു അനിയനുണ്ട്. അനിയൻ ലയോള കോളേജിലെ ഫസ്റ്റ് ഇയർ BSc ഫിസിക്സ് സ്റ്റുഡൻ്റ് ആണ്. ശ്രീജ, നമ്മുടെ ആതിരയ്ക്ക് ഒരു ഹായ് പറഞ്ഞുതരും. കാര്യം ആതിര സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊക്കെ ഒരു പ്രചോദനമാകുന്ന കുട്ടിയാണ്. കാര്യം ഇത്രയും അപകടം നേരിട്ടിട്ടും വലിയൊരു മനസ്സിരുത്തി പഠിച്ച് ഇതിൽ എത്തിയില്ലേ? ശ്രീജ ഒരു ഹായ് പറഞ്ഞോളൂ. അതെ അതെ. ഹലോ ആതിരയ്ക്ക് എല്ലാ കൺഗ്രാജുലേഷൻസും. യു ഡിസേർവ് ഇറ്റ്. Hello, you deserve everything that you are getting. You are such an inspiration to all of us. ആതിര എന്തോ പറയുന്നുണ്ട് ശ്രീജയോട്, പറഞ്ഞോളൂ ആതിര. ഓക്കെ, താങ്ക് യു ശ്രീജ, നിനക്കും കൺഗ്രാറ്റ്സ്. ഓക്കെ, എന്തായാലും നിങ്ങൾ ഈ ഒരു തത്സമയ സംരക്ഷണത്തോടെ നിങ്ങൾ രണ്ടുപേരും നല്ല കൂട്ടുകാരികളായിട്ട് തുടരണം. അപ്പോൾ ആതിര, ശരിക്കും ഈ ഇൻ്റർവ്യൂ ബോർഡിനെ നേരിട്ടപ്പോൾ അവർ ഈ അപകടത്തിൻ്റെ കാര്യങ്ങളൊക്കെ ചോദിച്ചിരുന്നു? ചോദിച്ചു. അവരിപ്പോൾ വീൽ ചെയർ യൂസേഴ്സ് നേരിടുന്ന ചലഞ്ചസ് എന്തൊക്കെയാണ്, അത് നമുക്ക് എങ്ങനെ സോൾവ് ചെയ്യാൻ പറ്റും, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഇൻ്റർവ്യൂ എനിക്ക് തോന്നുന്നു ഈ 3 സ്റ്റേജിൽ ഇൻ്റർവ്യൂ സ്റ്റേജാണ് ഞാൻ ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്തതെന്ന് തോന്നുന്നു. പിന്നെ എൻ്റെ ഇൻ്റർവ്യൂ ഫേസ് സ്റ്റാർട്ടിങ് തന്നെയായിരുന്നു. അപ്പോൾ എനിക്ക് അധികം ഞാൻ തീരെ മോക്ക് ഇൻ്റർവ്യൂ ഒന്നും എടുത്തിട്ടില്ലായിരുന്നു. അതെനിക്ക് തോന്നുന്നു നന്നായി, കുറച്ചും കൂടെ എനിക്ക് നന്നായി എന്നാണ് തോന്നുന്നത്. കാരണം നമ്മളെടുത്ത മോക്ക് ഇൻ്റർവ്യൂ പോലെ ഒന്നും ആയിരുന്നില്ല റിയൽ UPSC. അപ്പോൾ എനിക്കതൊരു പോസിറ്റീവായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. നല്ല കൂളായിട്ടായിരുന്നു ബോർഡെല്ലാം. ഒരു ക്വസ്റ്റ്യൻസും നല്ല ഈസി ക്വസ്റ്റ്യൻസ്, ഈസി അല്ല, എനിക്ക് എന്തായാലും ഒരു ഫെമിലിയർ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ആൻസർ ചെയ്യാൻ പറ്റുന്ന പോലത്തെ. അതും കൂടി എനിക്കൊരു പോസിറ്റീവായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. ശ്രീജയ്ക്ക് ഇപ്പം IFS ആണ്. ആതിരയ്ക്ക് IAS-ഉം ശ്രീജയ്ക്ക് IFS-ഉമാണ്. ഇന്ത്യൻ ഫോറിൻ സർവീസ് പ്രിഫർ ചെയ്യാൻ എന്താ കാരണം? ഒരു നയതന്ത്രജ്ഞയുടെ കുപ്പായം എടുത്ത് അണിയണമെന്ന് തോന്നാൻ കാരണം? സത്യം പറഞ്ഞാൽ ഞാൻ BA പൊളിറ്റിക്കൽ സയൻസ് പഠിച്ചപ്പോൾ ഇൻ്റർനാഷണൽ റിലേഷൻസ് ഒരു മേജർ പാർട്ടായിരുന്നു. അങ്ങനെ എനിക്ക് ഈ ഡിപ്ലോമസി ഒക്കെ ഇങ്ങനെ അറിയാൻ ഭയങ്കര ക്യൂരിയോസിറ്റി ആയിരുന്നു, ഇൻ്റർനാഷണൽ റിലേഷൻസിൽ എന്തൊക്കെ നടക്കുന്നു എന്നറിയാൻ. അപ്പം ടീച്ചേഴ്സൊക്കെ നന്നായിട്ട് എന്നെ സപ്പോർട്ട് ചെയ്യുമായിരുന്നു. അങ്ങനെ നമ്മുടെ സിവിൽ സർവീസ് എക്സാമിനേഷനിൽ ഇങ്ങനെ ഒരു ചോയ്സ് ഉണ്ടല്ലോ എന്ന് ആലോചിച്ചപ്പോൾ ഞാൻ ഇന്ത്യൻ ഫോറിൻ സർവീസ് തന്നെ അങ്ങ് എടുക്കുമായിരുന്നു. ശ്രീജ, നമ്മൾ തമ്മിൽ ഒരു സാമ്യമുണ്ട്. ഞാനും പൊളിറ്റിക്കൽ സയൻസാണ് പഠിച്ചത്.
ഞാനും പൊളിറ്റിക്കൽ സയൻസ് പഠിച്ചു. ഞാൻ സിവിൽ സർവീസ് പരീക്ഷ എഴുതി അത്യുന്നതമായ രീതിയിൽ പരാജയപ്പെട്ടു. അപ്പോൾ ശ്രീജ വിജയിച്ചു. അപ്പോൾ നല്ല കാര്യം. അപ്പോൾ ശ്രീജ ഒരിക്കൽ കൂടി അഭിനന്ദനമുണ്ട്. എനിക്കറിയാം അച്ഛനൊരു കൂലിപ്പണിക്കാരനാണ്. നരുവാമൂട്ടിലെ ഒരു സാധാരണ കൂലിപ്പണിക്കാരൻ്റെ മകൾ സിവിൽ സർവീസിൻ്റെ തലപ്പത്ത് എത്തുന്നു എന്നുള്ളത് ചെറിയ കാര്യമല്ല. അപ്പോൾ അച്ഛനെ കൂടി പരിചയപ്പെടുത്തു. അച്ഛനും അതുപോലെ അമ്മ MA ഒക്കെ പാസ്സായതാണെന്ന് ഞാൻ അറിയുന്നു. അച്ഛൻ അവിടെ ഉണ്ടോ? അതെ, എൻ്റെ അച്ഛൻ ജയകുമാറും അച്ഛനും അമ്മയും വേറെ ഒരു ഇതിലാണ്. അവരവിടെ ഉണ്ട്. അച്ഛാ സന്തോഷം, അമ്മയും സന്തോഷം കേട്ടോ. അച്ഛനിപ്പോൾ യഥാർത്ഥത്തിൽ മകൾ ഇതിലും വലിയൊരു വിജയം കരസ്ഥമാക്കാനില്ല. ലോകമറിയുന്ന ഒരു ഡിപ്ലോമാറ്റ് ആകാനുള്ള എല്ലാ സാധ്യതയുണ്ട്. അപ്പോൾ ഒരുപാട് കഷ്ടപ്പെട്ടാണ് അങ്ങ് ജീവിതം തള്ളി നീക്കി മകളെ ഇങ്ങനൊരു അവസ്ഥയിൽ എത്തിച്ചെന്ന് മനസ്സിലാകുന്നു. അപ്പോൾ അച്ഛനെന്താ ഈ അവസരത്തിൽ പറയുന്നത്? അവൾ പഠിച്ചത് ഇതുപോലെ എത്തി, വളരെ കഷ്ടപ്പെട്ടാണ് എത്തിയത്. അവൾ നല്ലപോലെ പഠിക്കും. അപ്പോൾ എനിക്ക് കൂലിപ്പണിയാണ്. ഞാൻ ഇന്നലെയൊക്കെ ചാനലിൽ എല്ലാ കാര്യവും എല്ലാം പറഞ്ഞു, എല്ലാ ചാനലുകാരുണ്ടായിരുന്നു, എല്ലാം നല്ലപോലെ പറഞ്ഞു. ചാനലൊക്കെ പറയണം, കാരണം സാധാരണക്കാർക്കും ഇതൊക്കെ ലഭിക്കുമെന്ന് അറിയണ്ടേ. നരുവാമൂട്ടിലെ ഒരു സാധാരണ കൂലിപ്പണിക്കാരനും സിവിൽ സർവീസ് പരീക്ഷയിൽ മക്കളെ എത്തിക്കാൻ കഴിയുമെന്ന് തെളിയിച്ചല്ലോ. അപ്പോൾ അമ്മ എന്ത് പറയുന്നു? അമ്മയ്ക്കും വളരെ ഹാപ്പിയാണല്ലോ. അമ്മ MA പാസ്സായിട്ട് പിന്നെന്താ ഒരു വീട്ടമ്മയെ തുടരാൻ തീരുമാനിച്ച? ജോലിക്കൊന്നും ശ്രമിച്ചില്ലായിരുന്നോ? ജോലി മെമ്മോയൊക്കെ വന്നായിരുന്നു, പിന്നെ അത് കിട്ടിയില്ല. ജോലി കിട്ടാതെ വന്നപ്പോഴത്തേക്ക് ഞാൻ മതിയാക്കി. പിന്നെ എന്തായാലും ജോലി വേണ്ട, മക്കളെ പഠിപ്പിച്ച് അവരെ നല്ല നിലയിലെത്തിക്കുക എന്നുള്ള ആഗ്രഹത്തോടെ എല്ലാം മതിയാക്കി. അപ്പോൾ ശ്രീജ, ആതിരയോട് ഞാനൊരു ചോദ്യം ചോദിക്കാനായിട്ട് പോവുകയാണ്. ആതിര, ഒരുപക്ഷെ ഈ IAS കയറാൻ പറ്റിയില്ലെങ്കിൽ ഒരിക്കൽ കൂടി താങ്കൾ തീർച്ചയായിട്ടും പരീക്ഷ എഴുതാൻ ശ്രമിക്കണം. എന്നാലും താങ്കൾ ഇത്രയും വലിയൊരു വിജയം കരസ്ഥമാക്കിയതിൽ ഒരുപക്ഷെ ഈ സിവിൽ സർവീസ് പരീക്ഷ എഴുതുന്ന ആളുകൾക്ക് മാത്രമല്ല, എല്ലാ പരീക്ഷകൾ എഴുതുന്ന ആളുകൾക്കും താങ്കൾ ഒരു പ്രചോദന ശക്തിയായിട്ട് മാറും. കാരണം മരണം തൊട്ടടുത്താണെന്ന് മനസ്സിലായി, മരിച്ചു എന്ന ആൾക്കാർ വിധി എഴുതി, എന്നിട്ടും താങ്കൾ വലിയൊരു ജീവിതത്തിലേക്ക് തിരിച്ചു വന്നു. അപ്പോൾ ഇത് പുതുതായിട്ട് ഈ പരീക്ഷ എഴുതുന്നവരോട് താങ്കൾ എന്ത് പറയും ആതിര? എനിക്ക് പറയാനുള്ളത്, നമ്മളിപ്പം ചിലരുടെ ഇപ്പോൾ പ്രിലിംസ് കിട്ടിയിട്ടില്ലെങ്കിൽ ഇപ്പോൾ ഒരു 2 വർഷം പ്രിപ്പയർ ചെയ്തു, പിന്നെ കിട്ടിയിട്ടില്ലെങ്കിൽ പിന്നെ അവർ സ്റ്റോപ്പ് ചെയ്തു, വേറെ എന്തെങ്കിലും നോക്കും, അവരുടെ ഡിഗ്രി അവർ കംപ്ലീറ്റ് ചെയ്യാൻ നോക്കും. പക്ഷെ എനിക്ക് പറയാനുള്ള ഒരു കൺസിസ്റ്റൻസിയാണ് മെയിനായിട്ട് ഈ സിവിൽ സർവീസ് പ്രിപ്പറേഷനിൽ നമുക്ക് വേണ്ടത്. അപ്പോൾ നമുക്ക് കിട്ടുന്നത് വരെ നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യുക. എനിക്കതാണ് പറയാനുള്ളത്. ഹാർഡ് വർക്ക് പ്ലസ് സ്മാർട്ട് വർക്ക്. അതിരുടെ അച്ഛനും അമ്മയും എന്താ ചെയ്യുന്നത്? അച്ഛനും അമ്മയും LIC ഏജന്റാണ്. പിന്നെ എനിക്കൊരു അനിയത്തി കൂടെ ഉണ്ട്. അപ്പം എൻ്റെ ഈ ജേർണിയിൽ പറഞ്ഞോളൂ. ഓക്കെ താങ്ക് യു സർ. എൻ്റെ ജേർണിയിൽ എൻ്റെ അച്ഛനും അമ്മയും എൻ്റെ അനിയത്തിയാണ് ഫുൾ ടൈം എൻ്റെ കൂടെ നിന്ന്. പിന്നെ എൻ്റെ അനിയത്തി എൻ്റെ ആക്സിഡൻറ്റിന് മുന്നേ സൈക്കോളജി ആയിരുന്നു പഠിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ എനിക്ക് ആക്സിഡൻറ്റ് പറ്റിയപ്പോൾ എൻ്റെ കെയറിന് വേണ്ടിയിട്ട് BSc നഴ്സിംഗ് എടുത്തു. അങ്ങനെ എന്നെ കൂടുതലായിട്ട് അനിയത്തിയാണ് എന്നെ സപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ആളിപ്പോൾ നേഴ്സായിട്ട് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ വർക്ക് ചെയ്യാണ് ചെയ്യുന്നത്. നഴ്സിംഗ് എടുത്ത് നേഴ്സായത്. അച്ഛനും അമ്മയും ഓക്കെ, സാരമില്ല, കുഴപ്പമില്ല. അവരോട് എൻ്റെ അന്വേഷണം പറഞ്ഞേക്കുക. അവർക്ക് ഒരു അഭിനന്ദനം. അതിര, താങ്ക് യു. യു ആർ എ ഗ്രേറ്റ് മോറൽ ഫോഴ്സ് ടു ഓൾ ഓഫ് ഗൈസ് ഹു ആർ അറ്റംപ്റ്റിംഗ് ഫോർ സിവിൽ സർവീസസ് എക്സാം. താങ്ക് യു ഫോർ ജോയിനിങ് വിത്ത് മീ ഇൻ ദ മോർണിംഗ് ഷോ. അപ്പോൾ ഞാൻ വീണ്ടും ശ്രീജയിലേക്ക് പോവുകയാണ്. ശ്രീജയുടെ അച്ഛൻ ശരിക്കും എനിക്ക് ഏറ്റവും അഭിമാനകരമായി തോന്നുന്നത് നരുവാമൂട്ടിലെ ഒരു സാധാരണ തൊഴിലാളി മകളെ ഇത്രയധികം ലെവലിലെത്തിക്കാൻ വേണ്ടി പെടാപ്പാട് വിട്ടു എന്നുള്ളതാണ്. അച്ഛനെക്കുറിച്ച് ഓർക്കുമ്പോൾ ശ്രീജയുടെ ഏറ്റവും വലിയ അഭിമാനം എന്താണ്? എൻ്റെ അച്ഛന് എനിക്ക് 2-3 ക്വാളിറ്റീസ് എനിക്ക് ഭയങ്കര ഇൻസ്പയറിങ് ആണ്. ഒന്ന്, അച്ഛൻ ഭയങ്കര ഹാർഡ് വർക്കിംഗ് ആണ്. ഇപ്പം ഒരു കാര്യം അച്ഛൻ ഏറ്റെടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അച്ഛൻ 200% ഇട്ട് അതങ്ങ് ചെയ്യും. അതുകൊണ്ട് തന്നെ അച്ഛന് നാട്ടുകാർക്കും അച്ഛൻ ജോലി ചെയ്യാൻ പോകുന്ന സ്ഥലങ്ങളിലൊക്കെ അച്ഛന് ഭയങ്കര കാര്യമാണ്. അച്ഛൻ മുമ്പ് സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു, ഇപ്പം ഒരു വീട്ടിൽ പാല് കാഴ്ച കഴിഞ്ഞാലും അച്ഛൻ അവർ വീണ്ടും വിളിക്കും. അത്രയ്ക്ക് ട്രസ്റ്റ്
അവർക്ക് അച്ഛൻ്റെ അടുത്ത് തോന്നുമായിരുന്നു. ആ ഒരു ക്വാളിറ്റി ഞാൻ എപ്പോഴും ഇംബൈബ് ചെയ്യാൻ ശ്രമിക്കുമായിരുന്നു. പിന്നെ രണ്ടെന്ന് പറയുന്ന അച്ഛനൊരു വാശിയുണ്ട്. ഒരു കാര്യം ചെയ്യാൻ ഇറങ്ങി തിരിച്ചാൽ എന്തൊക്കെ ആരൊക്കെ തടസ്സം പറഞ്ഞാലും എന്തൊക്കെ തടസ്സം ഉണ്ടായാലും ആൾ അതിന് വേണ്ടിയിട്ട് അങ്ങ് ഇറങ്ങി തിരിക്കും. ആൾ മറുത്തും ഒന്നും ആലോചിക്കത്തില്ല, ലിമിറ്റേഷൻസിനെ കുറിച്ചൊന്നും ആലോചിക്കത്തില്ല. അപ്പം എൻലെസ് പോസിബിലിറ്റീസ് ഉണ്ട്, നമ്മളപ്പം ചെയ്യാൻ പറ്റുന്നത് ചെയ്യണം എന്നുള്ളൊരു മൈൻഡ് സെറ്റ്. അത് ഞാനും എൻ്റെ ജീവിതത്തിൽ ഒരുപാട് പ്രാവർത്തികമാക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. പിന്നെ എൻ്റെ ഏറ്റവും വലിയ റോൾ മോഡലും എൻ്റെ പാരൻസ് തന്നെയാണ്. അതിൽ എൻ്റെ അച്ഛൻ ഡെഫിനറ്റ്ലി ഹീസ് മൈ ഗ്രേറ്റ് ഇൻസ്പിറേഷൻ. ഈ ശരിക്കും ഈ അച്ഛൻ്റെ തുച്ഛമായ വരുമാനവും പിന്നെ കുടുംബശ്രീയിൽ നിന്ന് എടുത്ത ലോണും ഒക്കെ വെച്ചിട്ടാണ് മോള് പഠിച്ചതെന്ന് പറഞ്ഞു. അപ്പോൾ ലോണൊക്കെ എടുത്തിരുന്നോ കാര്യമായിട്ട്? അതെ, നമ്മുടെ ഗോൾഡ് ലോണൊക്കെ ഉണ്ട്, പിന്നെ കുടുംബശ്രീ ജനശ്രീ ലോണുണ്ട്. അതെല്ലാം വീട്ടും. ശരിക്കും ഈ നരുവാമൂട്ടുകാരി IAS ഓപ്റ്റ് ചെയ്ത് ജില്ലാ കളക്ടറൊക്കെ ആയി നമ്മുടെ നാട്ടിലെ റോഡിലൂടെ കൊടിവെച്ച കാറിൽ പറക്കേണ്ടതായിരുന്നു. അപ്പോഴാണ് വിദേശത്തേക്ക് കടക്കാൻ തീരുമാനിച്ചത്. അത് സാരമില്ല, അത് നല്ല കാര്യമാണ്. അത് നയതന്ത്രജ്ഞരാവാനും ആൾക്ക് വരും വേണ്ടി. അപ്പോൾ ഈ 15ാം റാങ്ക് എന്ന് പറയുന്നത് മോള് മുറിയുടെ ഭിത്തിയിൽ എഴുതിയിട്ടു എന്നാണ് പറയുന്നത്. 15ാം റാങ്കാണ് എൻ്റെ ലക്ഷ്യം, എൻ്റെ സ്വപ്നം അതാണെന്ന്. എന്താണ് ഈ 15-ലെത്തിയതിൻ്റെ കാരണം? എന്തെങ്കിലും രഹസ്യമുണ്ടോ? കാര്യം പുതുതായിട്ട് ശ്രമിക്കുന്ന കുട്ടികൾക്കൂടെ അതൊന്ന് പറഞ്ഞു കൊടുക്കൂ. അത് പ്രത്യേകിച്ച് ലോജിക്കില്ല. ഞാൻ പഠിക്കുന്ന സമയം തുടങ്ങിയപ്പോൾ ഞാൻ ആലോചിച്ചു, ആദ്യത്തെ 10 റാങ്കൊക്കെ കുറച്ച് അഹങ്കാരമല്ലേ ശ്രീജ എന്ന് എൻ്റെ മനസ്സിലിങ്ങനെ തോന്നും. അപ്പം ഞാൻ പിന്നെ വിചാരിച്ചു, ആദ്യത്തെ 10നും 20-നകത്തുള്ള റാങ്ക് അഹങ്കാരമൊന്നും അല്ല, അത് കുറച്ചുകൂടെ ഇച്ചിരി ഒന്ന് എൻ്റെ ഒരു ലെവലിന് ഓക്കെയാണ്. അങ്ങനെയാണ് ഞാൻ ആ 15-ൽ എത്തിച്ചേർന്നത്, അല്ലാതെ വേറെ ലോജിക്കൊന്നും ഇല്ല. അത് ആക്ച്വലി എനിക്കൊരു ആങ്കറായിരുന്നു. ഇപ്പം ഈ ഒരു എക്സാമിന് ഏറ്റവും വേണ്ടത് കൺസിസ്റ്റൻസിയാണ്. അപ്പം ചില സമയത്ത് പഠിക്കാൻ നല്ല മടിയൊക്കെ തോന്നാറുണ്ട്, പിന്നെ സെറ്റ് ബാക്സ് ഉണ്ടാവാറുണ്ട്. ടെസ്റ്റിനൊക്കെ മാർക്കൊന്നും കിട്ടാതെ വരുമ്പോഴത്തേക്കൊക്കെ ഉഴപ്പാൻ തോന്നും. അപ്പോൾ ആ സമയം ഞാൻ ഇത് കാണുമ്പോഴത്തേക്ക് എനിക്ക് ഭയങ്കര ഇൻസ്പിറേഷനാണ്, എനിക്കൊരു ഫയറൊക്കെ കിട്ടും, അപ്പം ഒരു കോൺഫിഡൻസ് ഒക്കെ കിട്ടും. അപ്പം അങ്ങനെ അതെന്നെ ഒത്തിരി ഹെൽപ്പ് ചെയ്തു. പക്ഷേ 15 ആയാലും അങ്ങനെയാണ് ഡ്രീം ചെയ്തതെങ്കിലും എനിക്ക് 57 കിട്ടി. അത് തന്നെ വലിയ സംഭവം. അതുകൊണ്ട് പിന്നെ അതിന് ഞാൻ ഒത്തിരി ഗ്രേറ്റ്ഫുൾ ആണ്. അതൊരു മദ്രാസ് ക്രിസ്ത്യൻ കോളേജിലാണല്ലോ MA പൊളിറ്റിക്കൽ സയൻസ് ഒക്കെ പഠിച്ചത്. ഈ ഓപ്ഷനിൽ തന്നെയാണോ ശ്രീജ സിവിൽ സർവീസ് മെയിൻ പരീക്ഷയ്ക്ക് പഠിച്ചിരുന്നത്? അതെ സർ, ഞാൻ PSIR പൊളിറ്റിക്കൽ സയൻസ് ആൻഡ് ഇന്റർനാഷണൽ റിലേഷൻസ് ആണ് ഓപ്ഷണലായിട്ട് എടുത്തത്. ഇന്റർനാഷണൽ റിലേഷൻസിലേക്ക് പോകുന്നത് വഴി ഈ നയതന്ത്രത്തിൻ്റെ ഉടുപ്പ് വാങ്ങിച്ചിടാൻ തീരുമാനിച്ചു ശ്രീജ, എനിക്ക് മനസ്സിലായി. അപ്പോൾ ഒരു കാര്യം ചെയ്യാം, നരുവാമൂട്ടിലെ ജയകുമാറിൻ്റെയും അതുപോലെ ഷീജാകുമാരിയുടെയും മകളാണ് ശ്രീജ. ജയകുമാർ യഥാർത്ഥ അച്ഛൻ എന്നുള്ള നില അങ്ങ് വളരെ സന്തോഷത്തിലായിരിക്കും ഇപ്പോൾ. കാരണം അങ്ങയുടെ ഈ കഠിന പ്രയത്നം അങ്ങ് ഒരു വലിയ ലെവലിൽ കൊണ്ട് എത്തിച്ചിരിക്കുന്നു. ഏറ്റവും മിടുക്കിയായ ഒരു മകളുടെ അച്ഛൻ എന്ന് പറയുന്ന ഏത് അച്ഛൻ്റെയും ഒരു വലിയ ആഗ്രഹമാണ്. അപ്പം താങ്കൾക്ക് അത് സാക്ഷാത്കരിക്കാൻ കഴിഞ്ഞു, അമ്മയ്ക്കും അഭിമാനിക്കാം. അപ്പോൾ ഇത് ഈ മകള് ഇങ്ങനെയൊക്കെ പഠിക്കുന്നു, ഫോർച്യൂൺ അക്കാഡമിയിൽ എൻട്രൻസ് പരീക്ഷ പഠിക്കാൻ പോകുന്നു. അപ്പോൾ ഇതൊക്കെ ശരിക്കും അങ്ങയ്ക്കൊരു വലിയ പ്രതീക്ഷയായിരുന്നു. മകൾക്ക് ഏറ്റവും വലിയ പ്രചോദനം അങ്ങായിരുന്നു, അമ്മയായിരുന്നു? എൻ്റെ അടുത്താ ചോദിച്ചത്. രണ്ടുപേർക്കും ഉണ്ടായിരുന്നു. എനിക്കും ഉണ്ടായിരുന്നു, എൻ്റെ വൈഫിനും ഉണ്ടായിരുന്നു. അത് ഇന്നടുത്ത് പഠിക്കണം, പോർച്ചുഗൽ പോകണമെന്ന് പറഞ്ഞ് നമുക്ക് തടസ്സമില്ല. അപ്പോൾ പൈസയുടെ കാര്യം മക്കൾ വിചാരിക്കേണ്ട, എൻ്റെ അളിയന്മാരും സഹായിച്ച് തന്നിട്ടുണ്ട്. അപ്പം എനിക്കും ഒരു ആക്സിഡൻറ്റ് പറ്റി കയ്യിൽ പറ്റിയപ്പം പോസ്റ്റ് ഓഫീസിൽ ചിട്ടി ഉണ്ടായിരുന്നു. ആ പീരീഡ് കഴിഞ്ഞില്ല. അത് ഇനി 1.5 കൊല്ലം അടച്ച 1.25 ലക്ഷം രൂപ കിട്ടും. അത് അപ്പോഴും 3 മാസം മുടക്കം വന്ന് ആ പൈസ പിൻവലിച്ച് തരാമെന്ന് പറഞ്ഞു. താഴെയുള്ളവർ പുള്ളിക്കാരി തന്നെ നമ്മളെ വീട്ടിൻ്റെ താഴെ തന്നു 90,000 രൂപ കിട്ടി. അതും കൊണ്ടുകൊടുത്ത് പോർച്ചുഗൽ 1.25 ലക്ഷം അടച്ചു. പിന്നെ വീണ്ടും പൈസ ആയി. അത് ഇങ്ങനെ റോൾ ചെയ്ത് എല്ലാം കൂടെ അങ്ങ് നടന്നു. അളിയന്മാരും കൂടെ സഹായിച്ച് തന്നിട്ടുണ്ട്. പിന്നെ എൻ്റെ അമ്മയും പെൻഷൻ കിട്ടുന്ന പൈസയൊക്കെ അങ്ങ് മദ്രാസിൽ പോകുമ്പം പിള്ളേക്ക് കൊടുക്കാൻ വണ്ടിക്കൂലിക്കൊക്കെ തരും. അങ്ങനെയൊക്കെ ദൈവം നമ്മളെ ഇവിടെ എത്തിച്ച്. പിന്നെ അവൾ പറഞ്ഞല്ല, പാലുകാഴ്ച കഴിഞ്ഞാൽ എന്നെ പണിക്ക് വിളിക്കും. അവരെ വീട് ക്ലീൻ ചെയ്യാനും എല്ലാത്തിനും വിളിക്കും. എന്ന് വെച്ചാൽ
ഞാൻ ഒരു ജോലിക്കും മടിക്കില്ല, എല്ലാ ജോലിയും ചെയ്യും. എന്നിട്ട് പണി തീർന്നു വരുമ്പോൾ അവിടുത്തെ ചേച്ചി പറയും, ഒരു 5 തേങ്ങ തൊലിച്ചിട്ട് ഇല്ലേ കുമാര, ഒരു 10 തേങ്ങ തൊലിച്ചിട്ട് ഞാൻ അതെല്ലാം തൊലിച്ചിട്ട് ആ തൊണ്ടെല്ലാം പറക്കിയെല്ലാം ഒതുക്കി വെച്ചിട്ട് വരുള്ളൂ. കളയാൻ പറഞ്ഞാൽ കളയും, കത്തിക്കാൻ പറഞ്ഞാൽ കത്തിക്കും, എല്ലാം ചെയ്യും. ഇന്നലെ എനിക്ക് നെട്ടയത്ത് പണിക്ക് പോകണമല്ലോ. നെട്ടയത്ത് പോകാൻ വേണ്ടി ഇരുന്നതാണ്. പിന്നെ എൻ്റെ മനസ്സങ്ങ് മടിച്ച് ഇങ്ങനെ മെനങ്ങാന്ന് 2-3 പ്രാവശ്യം എൻ്റെ റിസൾട്ട് വരുമെന്ന് മോളെൻ്റെ കൂടെ പറഞ്ഞു. ഞാൻ എന്നിട്ട് പറഞ്ഞ് ഞാൻ പോകും, മക്കളെ നിനക്ക് കിട്ടും, ധൈര്യമായിട്ട് കിട്ടും, ഒരു സംശയമില്ല നിനക്ക് കിട്ടുമെന്ന് പറഞ്ഞിട്ട് തന്നെ പോണത്. അപ്പോഴും മക്കളെ വിളിക്കണ്. അപ്പം ഞാൻ ഇട്ട് കളഞ്ഞിട്ട് ഞാൻ വരും, പണിക്കാരടുത്ത് പറഞ്ഞിട്ട് ടക്കര ഞാൻ വരുമെന്ന് പറഞ്ഞു. അങ്ങനെ ഇന്നലെ പോകാൻ വേണ്ടി അങ്ങ് ഇരുന്നപ്പോൾ മടിച്ച്. എങ്കിൽ ഇവിടെ വരുമ്പം ഈ ചാനലുകാരെല്ലാം കാണും, ഞാൻ സൈക്കിൾ പാഞ്ഞ് വരും. അത് വരാൻ സഹായിച്ചില്ല. അങ്ങനെ വളരെ 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 ഞാൻ പണിക്ക് സിറ്റിയിൽ സാറിനെ പലയിടത്തും വെച്ച് കണ്ടിട്ടുണ്ട് ഈ ചാനൽ എടുക്കണത്. ഞാൻ പണി കഴിഞ്ഞപ്പം വരുമ്പം സിറ്റി കംപ്ലീറ്റും ആ മെയിൻ റോഡ് തന്നെ ഞാൻ സൈക്കിൾ കെട്ടി വരണത്. പേട്ട, ആനയാറ, വെള്ളയമ്പലം, കവടിയാറ്, ഇത് കുറവങ്കണത്ത് പണി, അവിടെ ഒരു 2 വീടിൻ്റെ പണിയുണ്ടായിരുന്നു. ഈ സ്റ്റുഡിൻ്റെ താഴെ തന്നെ നമ്മളെ കേളേശ്വരത്തുള്ള സാറിൻ്റെ വീടുണ്ടാകും. 2 വീട് പണി ചെയ്തവിടെ. അവിടെ എല്ലാം ഞാൻ കൊത്തൻ്റെ കയ്യാളായിട്ടാണ് നിൽക്കുന്നത്. എല്ലാ പണിയും ചെയ്യും. ഒരു പണിക്ക് അങ്ങ് ബാക്കിലില്ല, ഒരു മടിയില്ല എനിക്ക് പണി ചെയ്യാൻ. പിന്നെ അങ്ങ് ിൽ പോയി പണിക്ക്, സൈക്കിളിൽ തന്നെ പോയി. എൻ്റെ കൂടെ വന്ന മേശരിമാർ തിരിച്ച് റിട്ടേൺ പണി ചെയ്തപ്പം അവർ എത്തുമ്പോൾ ഞാൻ ഇവിടെ ഇഞ്ഞെത്തി, പേട്ടയിലെത്തി. അവരങ്ങ് ബാക്കി കിടക്കണേ ഉള്ളൂ. ഞാൻ ഇതിൻ്റെ ഇടയിൽ കൂടെ പൊത്തിട്ട് വന്ന് പാസ്പോർട്ട് ഓഫീസിൻ്റെ അതിലേക്ക് കയറി നേരെ കയറപ്പുറമ്പ് റോട്ടിൽ കയറി. അവരങ്ങ് ബാക്കി കിടക്കണുള്ളൂ. കിള്ളിപ്പാലത്ത് വന്നിട്ട് അവരെ കണ്ടില്ല. അതാണ് എൻ്റെ സൈക്കിള്. എന്നെ വഴിയിൽ ഇതുവരെ ഇട്ടിട്ടില്ല, ഒറ്റ സ്ഥലത്ത് വഴി ഇട്ടില്ല. മെഡിക്കൽ കോളേജിൽ പണിക്ക് പോവും, പിന്നെ കരവോളം, പാറശാല, പലയിടത്ത് നെയ്യാറ്റിൻകര, കുണ്ടാക്കട, ഒന്നും പറയണ്ട, എല്ലായിടും ഈ സൈക്കിളിൽ തന്നെ പോണത്. ഓക്കെ, എന്തായാലും അങ്ങയുടെ ഈ ശ്രമം സാക്ഷാത്കരിച്ചു. മാത്രമല്ല, അങ്ങ് നരുവാമൂട്ടിലേക്ക് ടക്കനെ വന്നുകൊണ്ടിരുന്ന ആ വരവ്, ടക്കനെ സിവിൽ സർവീസിൽ കയറാൻ മകൾക്ക് അവസരമായി എന്നുള്ളത് വളരെ സന്തോഷം. നരുവാമൂട്ടിലെ ഒരു സാധാരണക്കാരൻ്റെ ലാംഗ്വേജ് അങ്ങയുടെ കയ്യിലുണ്ടെന്ന് എനിക്ക് മനസ്സിലാകുന്നു. ശ്രീജ, അപ്പോൾ മേൽക്കുമേൽ വളരെ സന്തോഷം ഉണ്ടാകട്ടെ, ഒരുപാട് വലിയ പോസ്റ്റുകളിൽ വരട്ടെ, വിദേശ നാടുകളിൽ എവിടെയെങ്കിലും സന്ദർശനം നടത്തുമ്പോൾ ശ്രീജ അവിടെ വലിയ ഡിപ്ലോമാറ്റായിട്ടിരിക്കുന്നതൊക്കെ കാണാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. നരുവമ്മൂട്ടിലെ ഏറ്റവും മിടുക്കിയായിട്ടുള്ള പ്രതിഭയായിട്ട് ശ്രീജ തുടരുക. ശ്രീജ, എനിക്കറിയാം ഹരിത കുമാറിൻ്റെ സിവിൽ സർവീസ് 1ാം റാങ്ക് വിജയം കണ്ടപ്പോഴാണ് ഇതൊരു പ്രചോദനമായെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. പുതിയതായി ഒരുപക്ഷെ ശ്രീജ ഉയർത്തുന്ന ഒരു ഉദാഹരണം മറ്റുള്ള പുതുതായി ശ്രമിക്കുന്ന കുട്ടികൾക്കും വലിയ മാർഗ്ഗദീപമാകും എന്നെനിക്കറിയാം. അവരോട് ഒരു മൊഴി കൂടി പറഞ്ഞാൽ നമുക്ക് അച്ഛനും അമ്മയ്ക്കും ഒരു അഭിനന്ദനം, ശ്രീജയ്ക്ക് അതിലും വലിയൊരു അഭിനന്ദനം. ശ്രീജയുമായിട്ടുള്ള കുടുംബമായിട്ടുള്ള നമ്മുടെ ഈ ചെറിയ അഭിമുഖം നമുക്ക് അവസാനിപ്പിക്കാം. എന്താണ് പുതിയ കുട്ടികളോട് പറയാനുള്ളത്? ഈ മോർണിംഗ് ഷീൽ ചേർന്നതിന് പ്രത്യേകം നന്ദിയും. താങ്ക് യു സോ മച്ച് സർ. എനിക്ക് പുതിയ കുട്ടികളോട് പറയാനുള്ളത്, നിങ്ങൾക്ക് സിവിൽ സർവീസ് എന്നൊരു ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും അത് പെർസ്യൂ ചെയ്യണം. പിന്നെ ടീച്ചേഴ്സും മെൻറ്റേഴ്സും ഒക്കെ പറയുന്ന സജഷൻസും ഇമ്പ്രൂവ്മെൻറ്റ്സും അതുപോലെ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ ശ്രമിക്കുക. പ്രിപ്പറേഷൻ സിമ്പിളാക്കി വയ്ക്കുക. ഓവർ തിങ്കിങ്ങും ഒക്കെ ഉണ്ടാകും, പക്ഷേ അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ നിങ്ങൾ കൺസിസ്റ്റൻസി മെയിൻറ്റെയിൻ ചെയ്യുക. പിന്നെ ഈ എക്സാം ഡിമാൻഡ് ചെയ്യുന്ന ഒരു വർക്ക് നിങ്ങൾ ഇടേണ്ടതായിട്ടുണ്ട്. ഒരു സിമ്പിൾ വേയോ ഒരു ട്രിക്കോ ഒന്നും എക്സാമിനില്ല. കഷ്ടപ്പെട്ട് പഠിച്ചാലേ റാങ്ക് കിട്ടത്തുള്ളൂ. പക്ഷേ നമ്മുടെ പ്രിപ്പറേഷൻ ഈസി ആക്കാൻ വേണ്ടിയിട്ട് കുറേ റിസോഴ്സസ് ഒക്കെ അവൈലബിൾ ആണ്. അപ്പം എല്ലാം ഒപ്റ്റിമൽ യൂസ് നടത്താൻ ശ്രമിക്കുക. പിന്നെ എനിക്ക് സമ്മറൈസ് ചെയ്യാനുള്ള ഇത്രയേ ഉള്ളൂ. ആഗ്രഹം ഉണ്ടെങ്കിൽ ഇറങ്ങി തിരിക്കുക. റിസൾട്ടിൽ നിന്ന് ഡിറ്റാച്ച് ആയിട്ട് പ്രിപ്പറേഷൻ എൻജോയ് ചെയ്ത് പറ്റുന്നത് പോലെ പഠിക്കുക. സക്സസ് റാങ്കായിട്ടോ പേഴ്സണാലിറ്റി ഡെവലപ്മെൻ്റ് ആയിട്ടോ ഗ്രോത്ത് ആയിട്ടോ ഒരു ദിവസം നിങ്ങളുടെ അടുത്ത് വന്നിരിക്കുക. താങ്ക് യു മോളെ, താങ്ക് യു ഓൾ ദി ബെസ്റ്റ്. ജയ ശ്രീജയാണ് നമ്മൾ സംസാരിച്ചത്. നമ്മുടെ സിവിൽ സർവീസസ് പരീക്ഷയിൽ 57ാം റാങ്ക് കരസ്ഥമാക്കിയ നരുവാമൂട്ടിലെ മിടുക്കി കുട്ടിയാണ്
ശ്രീജ. കൂലിപ്പണിക്കാരായ രക്ഷിതാക്കളുടെ തുച്ഛമായ വരുമാനത്തിൽ ശ്രീജ ഒരു ചരിത്രം എഴുതുന്നു. നെടുമ്പാമൂട്ടിൽ നിന്ന് സിവിൽ സർവീസസിലേക്ക് കയറുന്നു, അതുവഴി വേൾഡ് ഡിപ്ലോമസിയിലേക്ക് ശ്രീജ കടന്നു കയറുന്നു. നമുക്ക് അഭിമാനമുള്ള കാര്യം. താങ്ക് യു ശ്രീജ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.